ഹലോ. അപ്പം ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് കർണാടകയിൽ ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, എല്ലാ വല്യമ്മയുടെ വീട്ടിലേക്ക്. എൻ്റെ ചേട്ടൻ്റെ, അതായത് എൻ്റെ കസിൻ്റെ കല്യാണമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാണുകയാണ്. ഒരുപാട് നാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു 8-9 വർഷമായി കേട്ടോ. അപ്പോൾ ഇതാണ് കല്യാണ ചെറുക്കനെ കണ്ട സന്തോഷത്തിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ എന്താ പറയണ്ടേ, ഭയങ്കര ഇമോഷണലായിരുന്നു കേട്ടോ. ഇമോഷണൽ ഇൻ ദ സെൻസ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇനി കുറച്ച് വീട്ടിലെ കാഴ്ചകളും. ഇന്ന് മധുരം വെപ്പിൻ്റെ അന്നാണ് ഞങ്ങൾ. എൻഗേജ്മെൻറ്റ് ഇന്നലെയായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. തേജു എന്നാണ് കല്യാണ ചെറുക്കൻ്റെ പേര്. തേജുവിനൊരു ചേച്ചിയും കൂടെ ഉണ്ട്, ടീന ചേച്ചി. ഇപ്പോൾ അവിടെ ഇല്ല, പക്ഷെ നിങ്ങൾ തുടരെയുള്ള എൻ്റെ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സുജയ്. ഇവന് വല്ല പെണ്ണിന് ഇവന് കൊടുക്കണം. ഒന്ന് തിരിച്ച് മുഖം കൂടെ കാണിച്ചിട്ട് പോ. പ്രശാന്തേട്ടന് കല്യാണത്തിനിടാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അത് തേജുവിൻ്റെ വകയായിരുന്നു. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ സുജയും പ്രശാന്തേട്ടനും കൂടെ പോയി. അതിനുശേഷം പള്ളിയിൽ നിന്ന് യൂത്ത് ലിംഗ് ഷൈജു അച്ഛൻ, ശരിക്കുള്ള പേര് മാനുവൽ എന്നാണ്. നമ്മളെല്ലാവരും വിളിക്കുന്നത് ഷൈജു അച്ഛൻ. ಒಪ್ಪಿಗೆಯನ್ನು ಅವರು ಕೇಳ್ತಾರೆ. ആദ്യം ചെറുക്കന് എണ്ണ തേക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് മുന്നേ ചേച്ചി എണ്ണ തേക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കും. ചിലർ വേണ്ടാന്നൊക്കെ പറയും, ചിലർ വേണമെന്ന് പറയും. അങ്ങനെ എണ്ണ തേക്കുക. അത് കഴിഞ്ഞ് കിണ്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാലും കഴുകി കൊടുക്കും. അച്ഛൻ വെള്ളം വായി കഴുകാനും കൊടുക്കും. ചെക്കന് മധുരം കൊടുക്കട്ടെ. അങ്ങനെ ചെറുക്കന് മധുരം കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ കുരുമുളക് കുരിശിൻ്റെ രൂപത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടാകും. കുരുമുളകും പഞ്ചസാരയും ചുറ്റുമിട്ടത് ചെറിയായിരുന്നു ചേച്ചി ഇട്ടത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം തേജിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നമ്മളുടെ MC ചെയ്യുന്ന ടീന ചേച്ചിയുടെ കസിൻ.
നീതു ജോസഫ്. ഫോൺ നമ്പർ മണപ്പാടം. ഇല്ല പഠിക്കണം. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല, പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒരു ദിവസത്തെ ആയിട്ടുള്ളൂ. ഇന്നലെയാണ് മനസ്സമ്മതം. ബസ്സായിട്ട് ബാംഗ്ലൂരിൽ വെച്ചാണ് കണ്ടത്. നല്ല നല്ല മധുരമായ ഒരു നിമിഷങ്ങളായിരുന്നു അല്ലേ? മാളി വെച്ചാണ്. മാളി. ഓ വെരി ഗുഡ്. ഇതാണ് എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ വേറൊരു ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പം അവർ മംഗലാപുരത്താണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പം അങ്കിളിൻ്റെ മൂത്ത മോനുമാണ് വന്നത്, സാജന ചേച്ചനും സാബു അങ്കിളും. എൻ്റെ തലേദിവസം എൻഗേജ്മെൻറ്റിന് വന്നതുകൊണ്ട് കല്യാണത്തിനുണ്ടായിരുന്നില്ല. പിന്നെ അപ്പയും വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം വീട്ടിൽ പട്ടിയും കോഴിയും ഒക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് അങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പ വന്നില്ല ഞങ്ങളുടെ കൂടെ. പിന്നെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ പോകുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഗൈസ്. അത് കിട്ടിയിട്ടില്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചെടുത്ത സ്നാപ്പാണ്. അത് എനിക്ക് ഇതിനകത്ത് ഇടാൻ തോന്നി, കാരണം ഇതും സ്പെഷ്യലാണ് എനിക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. വീട്ടിലേക്ക് പോകാൻ നിന്നില്ല, കാരണം നാളെ രാവിലെ തന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണമല്ലോ. അപ്പോൾ യാത്രയുടെ ക്ഷീണമുള്ളത് കാരണം തെന്നു നേരത്തെ ഉറങ്ങി. പിന്നെ മമ്മിയുടെ റിലേറ്റീവ്സിനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പം നാളത്തെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.